തനി നാടൻ. വെറും നാടനല്ല, വീട്ടിലെ കഷ്ടപ്പാടുകൾക്കിടെ വളർന്നുകൊണ്ട് കോളേജിൽ പഠനത്തിനല്ലാതെ മറ്റൊന്നിനും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഒപ്പം എഴുത്തിനും. ആ സമയങ്ങളിൽ തനിക്ക് എഴുത്തിനോട് വല്ലാത്ത താല്പര്യമായിരുന്നു. കോളേജ് മാഗസീനിലൊക്കെ മിക്ക റൈറ്റിംഗ്സും തൻ്റേതായിരിക്കും. ഒരു സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് പോലും ഒരുവിധത്തിലുള്ള തല്ലോളിത്തരത്തിനും പോയിട്ടില്ലായിരുന്നു. എന്തിനേറെ പറയാൻ തക്കതായ ഒരു കൂട്ടുകെട്ട് പോലും ആ നാളുകളിൽ ഉണ്ടായിരുന്നില്ല. തൻ്റെ പഠനം, എഴുത്ത്, ലൈബ്രറി, വായന ഇതുമാത്രം അടങ്ങുന്നതായിരുന്നു റയാൻ്റെ കോളേജ് ലൈഫ്. ജൂനിയറായിരുന്ന സൈറയെ ഒരുപാട് തവണ കോളേജിൽ കണ്ടുമുട്ടിയിരുന്നു. മിക്കതും സീനിയേഴ്സിനുള്ള പ്രശ്നങ്ങളിലാവും, അല്ലെങ്കിൽ തന്നെ പോലെ ഒരു ആൺകുട്ടികൾക്ക് നേരെ കമൻ്റ് അടിക്കുകയാവും. അതാണ് അവളുടെയും ഗ്യാങ്ങിൻ്റെയും പ്രധാന പരിപാടികൾ. അവളുടെ ആണിൻ്റെ കോലവും ആർത്തി വിളിക്കുന്ന ആ ശബ്ദത്തിനോടുമൊക്കെ വല്ലാത്തൊരു അരോചകത്വമായിരുന്നു എനിക്ക്. കോളേജിൽ എവിടെ നോക്കിയാലും അവളാകും ചർച്ചാ വിഷയം. കോളേജ് ദിനങ്ങൾ കടന്നുപോയി. ലൈബ്രറിയിൽ ബുക്സ് എടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ സ്ഥിരം മെമ്പറായിരുന്നു സൈറ. എന്നും തന്നെ കാണുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി വിടർത്തുമെങ്കിലും അവളുടെ പുട്ടിയടിച്ചും എനിക്ക് മുഖത്തേക്ക് താൻ നോക്കാറേയില്ല. അങ്ങനെയുള്ള നാളുകളിൽ പെട്ടെന്നൊരു ദിവസമാണ് കോളേജിൽ തീ പോലൊരു വാർത്ത പടർന്നു പിടിച്ചത്. സൈറക്ക് ഈ റയാനോട് പ്രണയമാണെന്ന്. കോളേജിലെ താരസുന്ദരിയും അതിലുപരി പണവും പ്രതാപവും കൊണ്ട് വിലസുന്ന അവൾക്ക് തന്നോട് പ്രേമമാണെന്ന് അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിയതിൻ്റെ ഇരട്ടിൽ അവിടെ തലതെറിച്ച ഗ്യാങ്ങും സീനിയർ ബോയ്സുമാണ് അന്താളിച്ച്. മറ്റൊന്നുള്ള വിഷയം, അവൾ കോളേജിൽ വന്ന നാള് തൊട്ട് അവൾക്ക് പിന്നാലെ നടക്കുന്ന ഒരുത്തനൊന്നുമല്ല. അനവധി മൊഞ്ചന്മാരും, എന്തിനധികം ആരെയും പെട്ടെന്ന് വീഴ്ത്താൻ കഴിവുള്ള അവളുടെ വായാടിത്തരത്തിന് മുമ്പിൽ ഡിപ്പാർട്ട്മെന്റിലെ പല അധ്യാപകന്മാരും അവളോടുള്ള പ്രണയം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒടുക്കം പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ വന്നതിനോട് പ്രണയം തുറന്നു പറഞ്ഞു. അധികമാരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ അവളോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ താല്പര്യമില്ല എന്നൊരൊറ്റ വാക്കുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. ആദ്യത്തെ കാരണം എനിക്ക് അവൾ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തതായിരുന്നു. അവളുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റം, അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു പ്രണയത്തിന് അടിമപ്പെടുന്നതായിരുന്നില്ല അന്നത്തെ തൻ്റെ കഥാപാത്രം. അതിൽ കൂടുതലായി എനിക്ക് അവൾക്കിടയിലുള്ള അന്തരം. റയാൻ ഒന്നുമില്ലാത്തവനാണ്. കുടുംബ പ്രാരാബ്ധങ്ങൾക്കിടയിലും പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി കോളേജിലേക്ക് വന്നവൻ. പ്രണയം തുറന്നു പറഞ്ഞവളെ അന്ന് ഒറ്റ വാക്കിൽ തിരസ്കരിച്ചു. വീണ്ടും വീണ്ടും ഒരുപാട് തവണ സൈറ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു. അപ്പോഴേക്കും മൗനം മാത്രമായിരുന്നു മറുപടി. എത്രയൊക്കെ അവളെ ഒഴിവാക്കി നടന്നുവെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. പ്രണയത്തിന്റെ പേരും പറഞ്ഞ് അവൾ തുടരെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നത്തെ മിക്ക പെൺകുട്ടികളും അടിമപ്പെടുന്നത് ബുള്ളറ്റിനോ അല്ലെങ്കിൽ ഒരു കട്ട താടി സൗന്ദര്യത്തിനോ മറ്റുമാണ്. എന്നിട്ട് അവൾ എന്തുകൊണ്ട് തന്നെ പ്രണയിക്കുന്നു എന്ന ചോദ്യം തൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. പോരാത്തതിന് അവളൊരു സാധാരണ പെൺകുട്ടിയുമല്ല. അവളുടെ ശല്യം സഹിക്കവയ്യാതെ വൈകുന്നേരം ലൈബ്രറിയിലേക്കുള്ള സന്ദർശനം അവസാനിപ്പിച്ചു. പിന്നെ ഒളിച്ച് നടക്കലായി പണി. ഒരു ദിവസം ഗേറ്റ് അടക്കുമ്പോൾ അവൾ എന്നെ തടഞ്ഞു നിർത്തി. ഇന്നെങ്കിലും എനിക്ക് വ്യക്തമായിട്ടൊരു മറുപടി വേണം റയാൻ. ഈ മൗനത്തിന് എന്താണ് അർത്ഥമെന്നും എന്തുതന്നെയായാലും അതിനെനിക്കൊരു വിശദീകരണം വേണം എന്ന അവളുടെ ആവശ്യത്തിന് മുന്നിൽ എനിക്ക് നിയന്ത്രണം വിട്ടു. കോളേജ് വാസികളുടെ മുന്നിൽ വെച്ച് അവളോട് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. അന്ന് ആദ്യമായി റയാൻ ഉറക്കെ സംസാരിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. അതും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ അപമാനിക്കാൻ വേണ്ടി. അവളെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു അവളുടെ സ്വഭാവമാണ് ഇഷ്ടമല്ലാത്തതെന്ന്. ഒരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞു. അന്നേരം അവിടെ എന്തിനേതിനും പോകുന്ന ഫ്രണ്ട്സ് എൻ്റെ നേർക്ക് ശബ്ദത്തോടൊപ്പം കൈകളും ഉയർത്തിയപ്പോൾ അവൾ തടഞ്ഞു. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ല, അത് മനസ്സിൽ തോന്നേണ്ടതാ. റയാനി സെഹ്റയെ ഇഷ്ടമല്ല, സാരില്ല, പക്ഷെ സെഹ്റയ്ക്ക് ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനും പ്രണയത്തിനും എന്താണ് ഒരു മാനദണ്ഡമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല റയാൻ. എങ്കിലും ഇഷ്ടമാണ്. ഈ സെഹ്റയുടെ മനസ്സിൽ ആദ്യമായി സ്ഥാനം നേടിയ പുരുഷൻ താനാണ്. തനിക്കെന്നെ ഇഷ്ടമല്ലെന്ന് കരുതി എനിക്ക് മറക്കാനോ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനോ ആവില്ല ഇയാളെ. പിന്നെ താൻ പറഞ്ഞല്ലോ എൻ്റെ സ്വഭാവവും പെരുമാറ്റമൊക്കെയാണ് ഇഷ്ടക്കുറവിന് കാരണമെന്ന്. പുറമേ കാണുന്നതിനോടല്ലടോ ഇഷ്ടവും പ്രണയവും തോന്നേണ്ടത്, മനസ്സിനോടാ. സെഹ്റ കാത്തിരിക്കും റയാന് വേണ്ടി. എന്തെങ്കിലും എൻ്റെ പ്രണയം തിരിച്ചറിയുമെന്ന് കരുതുന്നു. അന്ന് ആദ്യമായി അവളുടെ കരിനീലമിഴികൾ നിറയുന്നത് കണ്ടു. ഈറനണിഞ്ഞ മിഴികളും തുടച്ചുകൊണ്ട് അവൾ എൻ്റെ മുന്നിൽ നിന്ന് നടന്നു നീങ്ങുമ്പോഴും അവളോട് ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നറിയാതെ മൗനമായി നിന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പിന്നീട് ഞാൻ സൈറയെ കൂടുതലായി കാണാറില്ല. വല്ലപ്പോഴുമൊക്കെ ലൈബ്രറിയിൽ വെച്ച് കാണും. എന്നെ കാണുമ്പോൾ തന്നെ അവൾ തലയും താഴ്ത്തി എൻ്റെ മുന്നിൽ നിന്ന് അകന്നു മാറും. അവളുടെ ആ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മനസ്സിൽ കുറ്റബോധം ഉടലെടുക്കും. ഞാൻ അന്ന് അവളോട് ചെയ്ത് കൂടിപ്പോയോ എന്ന്. കോളേജ് മാഗസീൻ ഇറങ്ങി. ഇപ്രാവശ്യം ഞാനൊന്നും രചിച്ചില്ല. ഒന്നും തന്നെ എഴുതാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സൈറ മനസ്സിലൊരു നോവായി കിടക്കുന്നു. ലൈബ്രറിയിൽ ചെന്ന് മാഗസീൻ എടുത്ത് പതിയെ താളുകൾ മറിച്ചു നോക്കി. ആദ്യ പേജിൽ തന്നെ ഉണ്ടായിരുന്ന രചനയുടെ ശീർഷകം കണ്ണിൽ പതിഞ്ഞതും ഇരുന്നിടത്തുനിന്ന് ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റ് പോയി. സെഹ്റയാൻ എന്ന് ഹെഡ്ലൈൻ വെച്ച് എഴുതി തുടങ്ങിയ വരികൾ വായിച്ച് മുഴുമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൈറ എന്ന പോലെ തന്നെ
അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്, ഒരു നല്ല എഴുത്തുകാരിയാണെന്ന്. അവിടെ ആ എഴുത്ത് വായിച്ചിട്ടും വായിച്ചിട്ടും മതിവരാത്ത പോലെ ആ നിൽപ്പിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു. പ്രണയത്തിൻ്റെ പവിത്രതയെക്കുറിച്ച്. അതിലുപരി ഏതൊരു പ്രണയത്തിൻ്റെയും മാനദണ്ഡം സൗന്ദര്യമുള്ള മനസ്സാണ്, അല്ലാതെ സൗന്ദര്യമുള്ള മുഖമോ ശരീരമോ അല്ല എന്ന വാചകവും. അതാണ് റയാൻ എനിക്ക് നിന്നോടുള്ളത് എന്ന് വരികൾ വായിച്ച് തീരുന്നതിന് മുന്നേ ഞാൻ സൈറയെ മനസ്സിൽ പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അന്നേരം തന്നെ ആ മാഗസിൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്നും അവളുടെ ക്ലാസ് ലക്ഷ്യമാക്കി ഓടി. പക്ഷെ അവളുടെ ക്ലാസ്സിൽ നിന്നല്ല, കോളേജിൽ മൊത്തത്തിൽ അരിച്ചു പെറുക്കിയിട്ടും എനിക്ക് സൈറയെ കണ്ടെത്താനായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പോലും അറിയാതെ ഞാൻ അവൾ അറിയുകയായിരുന്നു. പുറമേ കാണുന്ന ഫ്രീക്ക് ലുക്ക് മാത്രമേയുള്ളൂ. മനഃശുദ്ധിയുള്ളവളാണ് സൈറ എന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു.